പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ഇപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ്. അപ്പം ഞാൻ നല്ലൊരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് 3 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. ഇത് പ്ലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇത് 9-ാം വാർഡിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ വാർഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എനിക്ക് 100% ഉറപ്പായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല പ്ലോട്ടുകളാണ്. ഇതിൻ്റെ അകത്ത് 6 സെൻറ്റ് മുതൽ മുകളിലോട്ട് എത്ര സെൻറ്റ് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. അപ്പം വീട് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. കാരണം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പാറകളില്ല, ഒന്നും. ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ ഞാൻ കാണിക്കാം, വഴിയെല്ലാം നിങ്ങളെ കാണിക്കാം. ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു 4-5 വഴികളാണ് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റുന്ന വഴികളല്ല. അതെല്ലാം ലോറി വരുന്നതും ടിപ്പർ വരുന്നതുമായ വഴികളാണ്. പിന്നെ ഇതിന് തൊട്ട് സമീപത്ത് ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, കണ്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ ഏത് പ്ലോട്ടിൽ കിണർ കുത്തിയാലും ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അതുപോലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. മറ്റുള്ള പൊല്യൂഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോൾ ഇത് പ്ലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കിത് ഈ സ്ഥലം കാണണമെന്നോ ഈ സ്ഥലം മേടിക്കണമെന്നോ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് ധൈര്യമായിട്ട് പോരെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് പ്ലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം തന്നെ എടുക്കാം. ഇത് എൻ്റെ കണക്കൂട്ടിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് മുഴുവൻ വിറ്റ് പോകുന്നതാണ്. കാരണം അത്രയ്ക്കും നിങ്ങൾ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് കടന്നു വരാൻ വഴികളുള്ളതുകൊണ്ട് ഇപ്പം ഈ റോഡൊക്കെ സ്വല്പം ഈ ജൽജീവൻ്റെ പൈപ്പിൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് 1-2 റോഡുകളൊക്കെ മോശമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഈ ഉടനെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴികളെല്ലാം നല്ല ഭംഗിയായ വഴികളായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ഥലവും ഒന്ന് കാണാം. അതുപോലെ ഈ സ്ഥലത്തേക്ക് വരുന്ന റോഡുകളും എല്ലാം ഒന്ന് നിങ്ങൾ കാണുക. അതിമനോഹരമായ സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വസ്തു മേടിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തോ. 6 സെൻറ്റ് തൊട്ട് മുകളിലോട്ട് എത്ര വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. അതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി വെട്ടത്തുവല കൈതാപ്പാലം റോഡിൽ വെട്ടത്തുവല കഴിയുമ്പം തന്നെ ഇവിടെ അഞ്ചേരിപ്പുതികാവുന്നൊരു ബോർഡുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ ഒരു 200-250 മീറ്റർ ഉള്ള സ്ഥലത്തോട്ടുള്ളത് ദൂരം മെയിൻ റോഡിൽ നിന്ന്. ഇത് വലിയ ലോറിയൊക്കെ പോകുന്ന വഴിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എറിയാട് SNDP ആണ്. SNDP കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. അതിലേ പോയാലും ഏറെക്കുറെ 200-250 മീറ്ററേ ഉള്ളൂ സ്ഥലത്തോട്ട്. ഇതിലേയും ലോറി പോകുന്ന വഴിയാണ്. ഏത് വാഹനങ്ങളും കടന്നു പോകുന്നതാണ്. ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ്റെ കുഴി എടുത്തുകൊണ്ടാണ് കുറച്ച് വീതി കുറവായിട്ട് തോന്നുന്നത്. ഈ വഴിയെ പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ കൈതേപ്പാലാണ്. ഇത് കൈതേപ്പാലം ജംഗ്ഷനാണ്. കൈതേപ്പാലം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കറുകച്ചാലിന് പോകുന്ന വഴിക്ക് സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് അഞ്ചേരി പള്ളിയൊക്കെ ഉണ്ട്. പള്ളി കഴിയുമ്പോൾ തന്നെ മീനടമുക്കെന്ന് പറഞ്ഞ സ്ഥലമാണ്. ബസ് സ്റ്റോപ്പും കൂടെയാണ്. ഇത് മീനടമുക്ക്. ഇവിടുന്ന് അഞ്ചേരി പുതിയാവ് റോഡ്, ആ റോഡിലൂടെ പോകുമ്പോഴത്തേന് ഏറെക്കുറെ ഇവിടുന്ന് വരുമ്പോൾ ഒരു 300-350 മീറ്ററോളം വരുന്നുണ്ട് സ്ഥലത്തോട്ട് ഈ റോഡ്. ഇത് വലിയ വീതിയുള്ള റോഡാണ്. PWD റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത് മീനടം, ഇടത്തോട്ട് പോകുന്ന പുതിയാവ് റോഡാണ്. ഇടത്തോട്ട് ആ റോഡിലാണ് പോകേണ്ടത്. ഇതിലേ പോയി കഴിഞ്ഞാൽ സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പം തന്നെ പുതിയാവ് ക്ഷേത്രം കഴിയുമ്പം തന്നെ പിന്നെ സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇവിടുന്ന് പൊങ്ങമ്പാറയ്ക്ക് തിരിയുന്ന വഴിയാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നത് പൊങ്ങൻപാറ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളിപ്പോൾ ഈ ആദ്യം കണ്ട റോഡിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ വെട്ടത്തുപോലെ കൈതപ്പാലം റോഡ്. ഇത് വലത്തോട്ട് തിരിയുന്ന പൊങ്ങമ്പാറ. ഇവിടുന്ന് നേരെ ഈ റോഡാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന റോഡ്. ഇത് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും കയറി വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ സ്ഥലം വരുന്നത്. ആ സ്ഥലം ഞാൻ മുഴുവൻ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. ഈ സ്ഥലമാണ്. ഇത് റബ്ബർ തോട്ടമായിരുന്നു. ഇത് നേരെ പൊങ്ങൻപാറയാണ്, ബസ് സ്റ്റോപ്പാണ്. വെട്ടത്തുപോലെ മീനടം പാമ്പാടി റോഡിലെ പൊങ്ങൻപാറ ബസ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് സ്ഥലത്തോട്ട് 200 മീറ്ററേ ഉള്ളൂ. ഏറ്റവും അടുത്താണ്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് സ്വല്പം തന്നെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ബേക്കറിയുടെ അവിടെ നിന്ന് ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിക്കുള്ളിൽ വരത്തില്ല. ഇവിടുന്ന് ഈ ഇറങ്ങിയാൽ 100 മീറ്ററേ ഉള്ളൂ സ്ഥലത്തോട്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇതും ബസ് സ്റ്റോപ്പാണ്. ധാരാളം വാഹനങ്ങൾ പോകുന്ന ബസ് സ്റ്റോപ്പാണ്. ഇവിടെ 4 കടയോളം ഉണ്ട്.
എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന പിന്നെ ഇത് വെട്ടത്തുപോലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ബദാം സ്ക്വയർ ആഞ്ഞിലോളം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നത് നമ്മുടെ ഈ സ്ഥലത്തോട്ടാണ്. ഇവിടുന്ന് പോയാൽ 100-150 മീറ്റർ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, ഇത് നമ്മുടെ കൈതപ്പാലത്തിന് പോകുന്നത്. ഇത് ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ടാണ്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇത് ഇവിടെ കുറേ കണ്ടങ്ങളൊക്കെയാണ്, ഇതിലെ ഒരു തോടൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ വെള്ളം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇതേറെക്കുറെ 3 ഏക്കറോളം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും വഴിയായതുകൊണ്ട് ഇതെല്ലാം കണ്ടോ, എല്ലാ സ്ഥലത്തും കൂടെ റോഡാണ്. അപ്പോൾ ഈ റബ്ബർ വെട്ടിക്കൊണ്ട് ഒരു പറമ്പ് ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നത് നേരെ കൈതപ്പാലാണ് കേട്ടോ. ഇവിടുന്ന് ഈ റോഡ് നേരെ പൊങ്ങൻപാറയ്ക്ക് പോകുന്നത്. ഇതൊരു 100 മീറ്റർ ഉള്ളൂ പൊങ്ങൻപാറയ്ക്ക്. ഇവിടുന്ന് ഈ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ റോഡ് വഴി പോയാൽ 100 മീറ്റർ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ റബ്ബർ വെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറമ്പ് അവരൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം പൊങ്ങൻപാറ റോഡ് ഇതിൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ. അപ്പോൾ നമുക്ക് സ്ഥലം മൊത്തം ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഈ റോഡ് വഴി പോകുമ്പോഴത്തേന് അപ്പോൾ അകത്തോട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ അകത്തോട്ട് നല്ല രീതിയിൽ വഴിയെല്ലാം ടാർ ചെയ്ത് എല്ലാമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് റോഡുകളാണ്, അതുകൊണ്ട് വേറെ ഒരു ശല്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തോട്ട് കയറി വരാനോ വേറെ ഒന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് നല്ല പ്രൈവസി ഉള്ളൊരു ഇതാണ്. എല്ലാം നല്ല അയൽവക്കത്തൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടംപോലെ ധാരാളം വീടുകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ആൾക്കാരാണ്. ഞാൻ 9ാം വാർഡിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വിശദമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ ഇപ്പം വഴിയെല്ലാം ഏറെക്കുറെ അവർ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ധാരാളം ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നല്ല തട്ടത്ത ഭൂമിയാണ്, ഒരു വെള്ളത്തിൻ്റെ ശല്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളവും കിട്ടും, കാരണം ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ സമീപത്തുള്ള എല്ലാ വീട്ടിലും ഒരു പാറക്കഷ്ണം പോലും ഇല്ല, എല്ലായിടത്തും ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ഇനി പറമ്പിൻ്റെ അകത്തോട്ട് ഉള്ള അത് പ്രൈവറ്റ് റോഡായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയാണ്, മറ്റുള്ള ഇതുണ്ട്. ഇവിടെ നിന്നെല്ലാം അകത്തോട്ട് റോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്ലാൻ ഇതാണ്. അകത്തോടെ വഴി തിരിച്ച് പ്ലോട്ടുകളായി തിരിച്ചതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 6 സെൻറ്റ് മുതൽ 8, 10 അങ്ങനെ മുകളിലോട്ടാണ്. അത് നമുക്ക് ഇപ്പം പ്ലോട്ട് തിരിക്കുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത് കോട്ടയം ജില്ലയിലാണ്. ഉണ്ടോ, കോട്ടയം താലൂക്ക്, വില്ലേജ് പുതുപ്പള്ളിയാണ് വരുന്നത്. വാർഡ് 9 ഈ വഴിക്ക് ഇപ്പുറം 12 വാർഡ് 12. അതുപോലെ ഓരോ സ്ഥലത്തിൻ്റെയും ഏരിയ തിരിച്ചും അതുകൊണ്ട് പ്ലോട്ടുകളുടെ എല്ലാം ഡീറ്റെയിലും സ്ഥലത്തിൻ്റെ അളവും കാര്യങ്ങളും മൊത്തം സ്ഥലത്തിൻ്റെ അളവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആധാര സംബന്ധമായ മറ്റുള്ള യാതൊരു ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വിലഭാഗത്തിലേക്ക് കിടക്കാം. ഇതിന് നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ വിലക്കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ന്യായമായി എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരിടത്തും ഇല്ലാത്തതിനെക്കാട്ടിലും വിലക്കുറവാണ് ഈ സ്ഥലത്തിന്. അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം മാത്രം വിലയുടെ കാര്യം സംസാരിച്ചാൽ മതി, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത്രയും സ്ഥലം ഒരുമിച്ചുള്ളത് കൊണ്ടാണ് കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നത്. അപ്പം വഴിയും വെള്ളവും എല്ലാവിധ ഇലക്ട്രിസിറ്റി അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലം ഇത്രയും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സ്ഥലം മേടിക്കാൻ
മനസ്സിൽ ആഗ്രഹമുള്ളവർ ആർക്കും ഇവിടെ വന്ന് മേടിക്കാം. വിദേശത്തുള്ളവർക്കാണേലും നാട്ടിൽ ഏത് ജില്ലക്കാർക്കും പുതുപ്പള്ളി വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം. പുതുപ്പള്ളിക്കവലയായിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 3 കിലോമീറ്റർ പുതുപ്പള്ളിക്കവല വരും. കൈതപ്പാലത്തിൻ്റെയൊക്കെ ദൂരം ഞാൻ പറഞ്ഞാണല്ലോ, എല്ലാം 200 മീറ്ററേ ഉള്ളൂ. മെയിൻ റോഡാണെങ്കിലും 200 മീറ്റർ, ബസ് സ്റ്റോപ്പുകൾ 100 മീറ്റർ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. വിലയുടെ കാര്യങ്ങളും എല്ലാം സംസാരിക്കാം. നേരിട്ട് ഒന്ന് കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരിക.